ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പെങ്ങളും ആങ്ങളെയും കേൾക്കാൻ വേണ്ടി പറയുക. എന്ത് സഹോദര ബന്ധമാണെങ്കിലും ദേ ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്റെ മാമയോട് പറഞ്ഞ അറിയാലോ, വെറുതെ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കണ്ട. അപ്പൊ അവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അതെ, ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. ഈ കസേരയിൽ ഇനി അവരിരുന്ന നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. എത്രയും പെട്ടെന്ന് തന്നെ ഇവർക്കൊരു കൂച്ചുവിലങ്ങ് ഇടണം. സ്വയം പൊട്ടിച്ച് പുറത്തു ചാടാൻ പറ്റാത്തൊരു വിലങ്ങ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. ഈ സ്ഥാനത്ത് നിന്ന് കുറച്ച് നാളത്തേക്ക് ഇവരെ മാറ്റി നിർത്തിയേ പറ്റൂ. എന്തായാലും ഇന്നവള് വന്ന് ഇരുന്നതല്ലേ ഉള്ളൂ. ആ കസേരയിൽ അവൾ അമർന്നിരിക്കുന്നതിന് മുമ്പ് അവളെ അവിടെ നിന്ന് ഇറക്കി നിർത്താനുള്ള വഴി തെളിഞ്ഞു വരും. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തും. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ കളിയാ. കോടികൾ വെള്ളത്തിലാവുന്ന കളി. അതിനൊരു വഴി കണ്ടുപിടിച്ചിരിക്കും. സാർ എന്തായാലും ധൈര്യമായിട്ടിരിക്കുക. ശരി, എനിക്ക് നിങ്ങളെ വിശ്വാസം. എന്റെ ശാലിനി, നിനക്കുള്ള പണി നീ തന്നെ തേടുകയാണല്ലോ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ചടാക്ക് വണ്ടി മാറ്റേണ്ട സമയായി. വിഷ്ണുവേട്ടൻ നിർത്ത് നിർത്ത്. ഇതെന്താ ഇവിടെ? വണ്ടി പണി മുടക്കി. അയ്യോ, വിഷ്ണുവേട്ടൻ വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് തരാമോ? അല്ല ഇവിടെ അല്ല ഇതിലിപ്പോ ഒന്നുമില്ല. എന്നെ ഒന്ന് വീട്ടിലേക്ക് ആക്കണം. അതല്ല നൂറെ, ഇനിയിപ്പോ ആരെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമെന്നുള്ള പേടിയാണോ? ഞാൻ എന്റെ സ്വന്തം ഏട്ടന്റെ ബൈക്കിന് പിന്നിൽ കയറി പോന്നു വെച്ച് ആരെന്ത് പറയാനാ? വിഷ്ണുവേട്ടന് അങ്ങനെ വല്ല പേടിയുണ്ടോ? ആ പേടിനായിട്ടല്ല. എന്നാ പിന്നെ എനിക്കുമില്ല. അല്ല വണ്ടി വിട്ടോ. വണ്ടി വിട് വിഷ്ണുവേട്ടാ. വിടുക. അല്ല ഇതിപ്പോ എവിടെ പോയിട്ട് വരാ? എന്റെ വിഷ്ണുവേട്ടാ ഒന്നും പറയണ്ട. ബാപ്പച്ചിയുടെ കാര്യം അറിയാലോ. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങുന്ന എന്തിനാ? അത് നമുക്ക് ഉപയോഗിക്കാനല്ലേ. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ നോക്കുമ്പോ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവും. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവും. പക്ഷെ ബാപ്പച്ചിക്ക് അങ്ങനെയൊന്നുമല്ല. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട, മാറ്റിയെടുക്കാനൊന്നും പോണ്ട. ഇനി അതും കൊണ്ട് ചെന്നിട്ട് അവരുടെ വായിലിരിക്കുന്നത് മുഴുവനും നമ്മൾ കേൾക്കുന്ന എന്തിനാ എന്നൊരു ഡയലോഗ് അടിച്ച് പുള്ളിക്കാരനങ്ങ് കണ്ണടയ്ക്കും. പക്ഷെ ഞാനങ്ങനെയല്ല. 100 രൂപയുടെ സാധനം ആയാലും 200 രൂപയുടെ പെട്രോൾ അടിച്ചാണെങ്കിലും സാധനം ഞാൻ അത് കൊണ്ടുപോയി മാറ്റി മേടിക്കും. എന്നാലേ എനിക്ക് കിടന്നാൽ ഉറക്കം വരുള്ളൂ. ഹലോ, മാറ്റി കിട്ടിയോ? പിന്നല്ലാതെ, അത് ഈ ബാഗിനകത്തുണ്ട്. ഒരു മിക്സിയുടെ ജാറ. ഞാൻ ചോദിക്കണമെന്ന് കരുതിയൊരു ചോദ്യം ഇപ്പൊ ഓർമ്മ വന്നു. ചോദിക്കട്ടെ? ചോദിച്ചോ. സത്യം ആഗ്രഹിക്കുന്ന പോലെ വിഷ്ണുവേട്ടൻ ഒരു കല്യാണം കഴിക്കാത്തെന്താ? എന്തേ, അമ്മയ്ക്ക് വേണ്ടിട്ട് വല്ല പെമ്പിളേരും കണ്ടെത്തിയിട്ടുണ്ടാ? കണ്ടുവച്ചിട്ടൊന്നുമില്ല. പക്ഷേ വേണമെങ്കിൽ നോക്കാം. നോക്കിക്കഴിയുമ്പോ ഇനി ഒരു വീട് വെച്ചിട്ടേ കല്യാണം ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് കളഞ്ഞേക്കരുത്. എന്തായാലും നൂറിന്റെ വാപ്പച്ചിയെ പോലെ നല്ലൊരു ലോറി മുതലാളി ആവട്ടെ, എന്നിട്ടാവും ബാക്കിയൊക്കെ. എന്തേ, എല്ലാം പടച്ചു നടത്തിത്തരും വിഷ്ണുവേട്ടാ. അത്രയ്ക്ക് ഐശ്വര്യമുള്ള വീടാ. ഞങ്ങളുടെ ഉമ്മുമ്മായും ഉപ്പുപ്പായും താമസിച്ച വീടാ. നഷ്ടപ്പെട്ടതെല്ലാം വിഷ്ണുവേട്ടൻ തിരിച്ചു പിടിക്കും, എനിക്ക് ഉറപ്പാ. അയ്യോ,
എന്തായാലും 100ന്റെ വാക്ക് പൊന്നാവട്ടെ. ഇവൻ എന്തായി കാണിക്കുന്നേ? എന്റെ ഉള്ള നസീർക്ക് നീ ഏതാടാ? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാണെന്ന് നീ ഇവളോട് ചോദിക്ക്. ഇവള് പറയട്ടെ ഞാൻ ആരാണെന്ന്. വിഷ്ണുട്ടാ, ഇത് നസീർക്ക, എന്റെ മാമിയുടെ മോനാ. ഹ്, അത് മാത്രമാണോ നൂറെ നമ്മൾ തമ്മിലുള്ള ബന്ധം? അതുകൂടി പറ. എന്തായാലും നിന്നെ കൊണ്ടു നടക്കുന്നതല്ലേ, അതുകൂടി അറിയട്ടെ. ഏ? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക കേട്ടാ. ഈ കുട്ടിയെ ഞാൻ എന്റെ സഹോദരി പോലെ കണ്ടിട്ടാ ലിഫ്റ്റ് കൊടുത്തേ. ആഹാ, അതല്ലെങ്കിലും അങ്ങനെയാ. പിടിക്കപ്പെടുമ്പോ എല്ലാരും സഹോദരി സഹോദരനും ഒക്കെ. ഈ പെങ്ങളും ആങ്ങളെയും കേൾക്കാൻ വേണ്ടി പറയുക. എന്ത് സഹോദര ബന്ധമാണെങ്കിലും ദേ ഈ നിമിഷം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്റെ മാമയോട് പറഞ്ഞ അറിയാലോ, വെറുതെ ഇറച്ചിയിൽ മണ്ണ് പറ്റിക്കണ്ട. എന്തൊക്കെയാ പറയുന്നേ? ഇത് നമ്മുടെ പഴയ വീട്ടിൽ താമസിക്കാൻ വന്ന പുതിയ താമസക്കാരാ. ഇത് വിഷ്ണു ഏട്ടൻ. ഞാൻ എന്റെ ഏട്ടനെ പോലെ കരുതുന്ന ആളാ. ബാപ്പച്ചിയുടെ ലോറിയാ വിഷ്ണുവേട്ടൻ ഓടിക്കുന്നത്. വണ്ടി വഴിയിലായ കാരണം വിഷ്ണുവേട്ടനെ കണ്ടപ്പോ ഞാനാ കൈ കാണിച്ച് കയറി പോന്നത്. ശരി, നീ പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നീ ഇപ്പൊ ചെന്ന് കാറി കയറും. നീയും അവളും പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. നീ മാമാന്റെ ഡ്രൈവറാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ നീ മാമാന്റെ ലോറി മാത്രം ഓടിച്ചാ മതി. വരട്ടെടാ മാമാന്റെ ഡ്രൈവറെ.